ജെനിഫർ ഹാപ്പിയാണല്ലോ? ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവിധ ആശംസകളും നേർന്നു. കാണാം. ഇങ്ങനെ ഒരാൾ വേണം കേട്ടോ. നമസ്കാരം. വിഘ്നേശ്വര TV പ്രസൻസ് ഇഞ്ചോടിഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 10 ചോദ്യങ്ങളായിട്ടുള്ള ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ വലിയൊരു ടീമിനെ പരിചയപ്പെട്ടത്, അതുപോലെ തന്നെ പതിപോലെ ഇന്നത്തെ എപ്പിസോഡിലും ഒരു വലിയ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ ഇവിടെ ഇരിക്കുക. ഓടല്ലേ, ഇരിക്കെ. ശരി. ഈ ചോദ്യം ഫണ്ണിയാണെന്നൊക്കെ പറയുമ്പോഴേ ചിലപ്പോൾ പേടിച്ചിട്ടങ്ങ് കൊടുക്കും. പേരെന്താണ്? സ്നേഹ. സ്ഥലം എവിടെയാണ് സ്നേഹ? കഴക്കൂട്ടത്താണ്. എന്താണ് ജോലി? എവിടെ പഠിക്കുന്നു? കഴിഞ്ഞു അല്ലേ? ഓക്കെ. ഇപ്പോൾ ഇനി എന്താണ് ഫ്യൂച്ചർ? എന്താ പരിപാടി? പോവാണ് അല്ലേ? ശരി. പേരെന്താണ്? ജെനിഫർ. എവിടെയാണ് സ്ഥലം? പാളയത്താണ്. സുഖമായിരിക്കുന്നു. വീട്ടിലാരൊക്കെയുണ്ട് ജെനിഫറിന്റെ? അനിയത്തി കുട്ടി എന്ത് ചെയ്യാ? പ്ലസ് ടു പഠിക്കും. എവിടെ പഠിക്കുന്നത്? കാർമൽ സ്കൂളാണ്. സുഖമാണോ? ഇവൻ അങ്ങോട്ടൊക്കെ നോക്കുന്നു. പേടിക്കണ്ടടാ, ഒന്നും പേടിക്കണ്ട, ടെൻഷൻ വേണ്ട. ഓക്കെ. പേര് പറ. നജീം. എവിടെയാ സ്ഥലം? മംഗലപുരം. മംഗലപുരം. ശരി. എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന, ഒരുമിച്ച് എല്ലാവരും ഒരേ ക്ലാസ്സിലാണല്ലേ? ശരി. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു അല്ലേ? ക്ലാസ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് അങ്ങനെ പ്ലാൻ ചെയ്യാൻ വേണ്ടി വന്നതാണോ? ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നു അല്ലേ? വീട്ടിലായിരിക്കും എല്ലാവരും സുഖമായിരിക്കുന്നു. ഇവൻ കുറച്ച് ഷയ്യാൻ തോന്നുന്നല്ലോ. ഒരു കുറച്ച് എത്രത്തോളം? അടിപൊളി. ഓക്കെ. പേരെന്താണ് ബ്രോ? അക്ഷയ്. എവിടെയാണ് സ്ഥലം? അക്ഷയ് കഴക്കൂട്ടത്താണ്. ഓക്കെ. എന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാണ് അക്ഷയ്? റീഡിങ്. എങ്ങനെയുള്ള ബുക്സാണ് കൂടുതൽ വായിക്കാറ്? അങ്ങനെ നോവലും കാര്യങ്ങളൊക്കെ വായിക്കാം. അങ്ങനെ സ്പെഷ്യലി ഇന്ന ഒരാൾ എന്നുള്ള അങ്ങനെ സ്പെഷ്യലി ഒരാളുണ്ടോ? അങ്ങനെ സംഭവങ്ങൾ? സിനിമയൊക്കെ കാണാറുണ്ടോ? ആരാ ഇഷ്ടപ്പെട്ട നടനാരാണ്? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഇഷ്ടമാണ്. നന്നായിട്ട് അഭിനയിക്കുന്ന ആരും ഇഷ്ടമാണ്. ഓക്കെ. ശരി. പേര് പറ. സിദ്ധാർത്ഥ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വൈബായിട്ടുള്ള ഒരാളാണോ ഇദ്ദേഹം? തീരെ വൈബില്ലാത്ത ആളാണോ? സിദ്ധാർത്ഥ എവിടെ സ്ഥലം? കഴക്കൂട്ടത്താണ്. ഓക്കെ. നിങ്ങളുടെ ഈ ഒരു പഠന കാലഘട്ടം, അതിനുശേഷമുള്ള 2 കാലഘട്ടങ്ങൾ അല്ലേ? മുന്നേ ഒരുമിച്ച് പഠിച്ചവരുണ്ടോ? മുന്നേ ഇതിന് ഒരുമിച്ച് പഠിച്ചതാണ്. എത്രാം ക്ലാസ്സും അങ്ങനെയുണ്ടോ? 10 വരെ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. ഓക്കെ. ശരിക്കും ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പഴയ കാല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർത്ത് ചിരിക്കാറുണ്ടോ? ചിരിക്കാറുണ്ട്. ഭക്ഷണം കഴിച്ചോ? എന്തൊക്കെയാണ് ഒരു ഇന്ന ഫുഡിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണോ താങ്കൾ? എന്ത് ഫുഡാണ്? എല്ലാ ഫുഡും കഴിക്കും. ഓക്കെ. ശരി. പാട്ട് പാടുന്ന ആരെങ്കിലും? പാട്ട് പാടല്ലോ? ഇല്ല. പാട്ട് പാടുന്ന ആരുമില്ല. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി എവിടത്തേക്കാണ് പോണേ? ഇവിടത്തേക്ക് ഇപ്പം ഇതൊക്കെ കഴിഞ്ഞ് മ്യൂസിയം ലീവാണ്. പിന്നെ ഇനി എവിടെ സിനിമ അങ്ങനെ പ്ലാനിങ് ഉണ്ടോ? പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എത്ര മണിക്കൂറായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 1 മണിക്കൂർ. ഒന്നും നടക്കുന്നില്ല അല്ലേ? ശരി. ഓക്കെ. അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറയാം. ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോടിഞ്ച് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഇത് 10 ഫണ്ണി ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. ഉത്തരം അറിയാമെങ്കിൽ പറയാം. ഫണ്ണി ആയിട്ട് എടുക്കണം. ഓരോ ചോദ്യങ്ങളും ഫണ്ണി ആയിട്ട് എടുക്കുക. ഓക്കെ. GKയോ അങ്ങനെ PSCക്ക് വന്ന ചോദ്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. അപ്പം ഭയങ്കര ഹൈ ലെവൽ, നിങ്ങൾ പഠനത്തിൻ്റെ അത്രയും ലെവലൊന്നും ചിന്തിക്കേണ്ട. കുറച്ച് താഴേക്ക് ഒന്നിറങ്ങി വന്നേക്കണം. ഓക്കെ. റെഡി. അപ്പോൾ അങ്ങനെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇവർ റെഡിയാണ്. അങ്ങനെ 10 ചോദ്യത്തിലെ ആദ്യ ചോദ്യം ദയവേത് ക്യാമറക്ക് പുറകെ നിന്ന് ആരും ഉത്തരം പറഞ്ഞു കൊടുക്കരുത്. ഓക്കെ. ചിലപ്പോഴെങ്കിലും നമ്മുടെ ഈ ക്യാമറ കാണുമ്പോൾ ചില ആൾക്കാർക്ക് നിൽക്കാൻ വേണ്ടി ഒരു ചമ്മൽ, അത് സ്വാഭാവികമാണ്. സ്വാഭാവികം, അത് കുഴപ്പമില്ല. ശരി. 10 ചോദ്യത്തിലെ ആദ്യ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇതിൽ പാട്ട് പാടുന്ന ആരുമില്ല. എന്തൊക്കെയാ ഈ ആ കാലഘട്ടത്തിലുണ്ടായ നല്ല അനുഭവങ്ങൾ എന്തൊക്കെയാണ്? യാത്രകളൊക്കെ ഉണ്ടായിരുന്നു പഠന കാലഘട്ടത്തിൽ? എവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു? ടീമായിട്ട് ക്ലാസ്? പിന്നെ ബാംഗ്ലൂർ. ഈ കൂട്ടുകാരനെ കുറിച്ച് എന്താണ് പൊതുവായ അഭിപ്രായം? അല്ല ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ സൈലന്റ് ആണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് തഗ്ഗൊക്കെ ഇടും. പക്ഷെ ഭയങ്കര വലിയ എല്ലാരും കൊണ്ട് ഒരു 5 മിനിറ്റെങ്കിലും ചിരിപ്പിക്കും. സൈലന്റ്. ശരി. ഓക്കെ. അങ്ങനെ ഒരാൾ വേണമല്ലോ. ശരി. ചോദ്യം കേട്ടോ. ചോദ്യം. പത്ത് ചോദ്യങ്ങളാണ്. അതിലെ ആദ്യത്തെ ചോദ്യം. ചില മാസങ്ങൾക്ക് 31 ദിവസമുണ്ട്, എന്നാൽ 28 ദിവസമുള്ള മാസം ഏതാണ്? എല്ലാ മാസവും. റൈറ്റ് ആൻസർ. പേരൊന്നും കൂടി പറഞ്ഞേ. ജെനിഫർക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേ, ഉഷാറായിട്ട്. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണ് ഉത്തരം പറയുന്നത് അവർക്കാണ് സമ്മാനം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ചോദ്യം എന്ന് പറയുന്നത്, അച്ഛൻ സൂര്യൻ, അമ്മ കടൽ, കുടിൽ തൊട്ട് കൊട്ടാരം വരെ എനിക്ക് പ്രവേശനമുണ്ട്. കൂടിയാലും തെറ്റാണ്, കുറഞ്ഞാലും തെറ്റാണ്. എന്താണിത്? അച്ഛൻ സൂര്യൻ എന്നാണ് പൊതുവെ പറയാം. അമ്മ എന്ന് പറയുന്നത്
കടലാണ്. എനിക്ക് മീൻസ് കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള സ്ഥലങ്ങളിൽ എനിക്ക് പ്രവേശനമുണ്ട്. ഇത് കൂടിയാലും തെറ്റാണെന്ന് പറയും, ഇത് കുറഞ്ഞാലും തെറ്റാണെന്ന് പറയും. എന്താണ്? പറഞ്ഞോ. ഉപ്പ്. റൈറ്റ് ആൻസർ ഉപ്പ്. ഉപ്പ് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, 2 ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം. ഓരോ ആൾക്കാർക്കും ഓരോ പേരുകളുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ വിളിക്കുന്ന പേരുകളുണ്ട്. വിദ്യാലയത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന പേരുണ്ട്. ഇദ്ദേഹത്തിന് പൊതുവെ ഇടുന്ന ഒരു പേരുണ്ടല്ലോ. എനിക്കൊരു പേരില്ല. എന്ത് പേര്? അവന്റെ അച്ഛന്റെ പേര് നാസർ. നല്ലല്ലേ, കുഴപ്പമില്ല. ചോദ്യം. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു പേരെന്താണ്? വാക്കെന്താണ്? മലയാള വാക്ക്. ഒരു ചെറിയൊരു മലയാള വാക്ക്. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക്. മൂന്നാമത്തെ ചോദ്യം. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന വാക്ക് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇതൊരു പേരല്ല, ഒരു വാക്ക്. ഒരു ക്ലൂ തരാം. കണക്കുമായി ബന്ധപ്പെട്ട, മാത്സുമായി ബന്ധപ്പെട്ട് പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പഠിച്ചത് സംഭവം. എന്നാലും പഠിച്ചിട്ട് നമ്മൾ കേട്ടൊരു വാക്കാണ്, പൊതുവായിട്ട് കേട്ട ഒരു വാക്കാണ്. ഇംഗ്ലീഷ് മീഡിയം ഒന്നുമില്ല, നമ്മൾ കേട്ടൊരു വാക്കാണ്. രായിൽ തുടങ്ങി 2:30. റൈറ്റ് ആൻസർ. ഓക്കെ, കയ്യിൽ പ്രോത്സാഹിപ്പിക്കേ. അടിപൊളിയായിട്ട്. 4ാമത്തെ ചോദ്യം. ഓക്കെ, നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ചില പ്രവൃത്തികളോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം, ഒരു പ്രധാനപ്പെട്ട ഒരു നടിയുടെ വിവാഹത്തിന് ശേഷമുണ്ടായ ഒരു ബോഡി ഷേമിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ, ഈ അടുത്ത് ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്ന വാർത്തകൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ? രമ്യ നമ്പീശൻ്റെ കല്യാണത്തിന് ശേഷം പിന്നീട് വന്ന ഒരുപാട് മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. അത് വളരെ അത് അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ. ആരെയും ഇതുവരെ പേരിന് പോലും ദ്രോഹിച്ചിട്ടില്ല, പക്ഷേ കൊലയാളി എന്ന പേര് ദോഷം ലഭിച്ച മരം ഏതാണ്? ആരെയും ജീവിതത്തിൽ പേരിന് പോലും ദ്രോഹിച്ചിട്ടില്ല, പക്ഷെ കൊലയാളി എന്ന പേര് ദോഷം വന്ന ഒരു മരം ഏതാണ്? കുസൃതിയാണ്. ഒരു ക്ലൂ ഞാൻ തരാം. ഒരു മലയാളികളുടെ ഒരു പ്രത്യേക ആഘോഷ സമയത്ത് കൊന്ന റൈറ്റ് ആൻസർ. കൊന്ന മരം എന്ന് പൊതുവെ പറയാറുണ്ട്. ഓക്കെ, ശരി. നീ ഒന്നും പറയുന്നില്ലടേ, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അടുത്ത ചോദ്യം. ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? 5ാമത്തെ ചോദ്യം. ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന, കുസൃതിയാണ്, ആ രീതിയിൽ എടുക്കണം കേട്ടോ. CD ആണോ? അല്ല. ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. ഒന്നിച്ച് ഒരു നമ്മുടെ A to Z അക്ഷരങ്ങളില്ലേ, അതിലേതോ 2 അക്ഷരങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ നിലവിളിക്കും. അയ്യോ ഒന്ന് വിളിച്ചേ. അയ്യോ. ഓക്കെ, അടുത്ത ചോദ്യം. ചോദ്യത്തിലേ ഉള്ളൂ. ഒരു ഗായകൻ, ഇത്തിരി വലിയ ചോദ്യമാണ്, സിമ്പിളാണ്. ഒരു ഗായകൻ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് വരികയായിരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു എന്ത് പറ്റിയതാണ് എന്ന് ചോദിച്ചു. ഓക്കെ, മറ്റൊരാൾ ചോദിച്ചു ഒരു പാട്ട് പാടാമോ, ഗായകനായതുകൊണ്ട് പറഞ്ഞു ഒരു പാട്ട് പാടാമോ എന്ന്. ഈ 2 ചോദ്യത്തിനും കൂടി ഈ ഗായകൻ ഒരു ഉത്തരം പറഞ്ഞു. എന്താണ് ഉത്തരം? ഒരു ഗായകൻ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് വരികയായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു സുഹൃത്ത് കണ്ടപ്പോൾ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. അപ്പോൾ അതേ സമയത്ത് മറ്റൊരു സുഹൃത്ത് ചോദിച്ചു ഒരു പാട്ട് പാടാമോ എന്ന്. ഓക്കെ, ഈ 2 ചോദ്യത്തിനും കൂടിയിട്ട് ഗായകൻ ഒരു ഉത്തരം പറഞ്ഞു. എന്താണ്? കുസൃതി രീതിയിലെടുത്താൽ മതി കേട്ടോ. യെസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു, അതേസമയം മറ്റൊരു കൂട്ടുകാരൻ ചോദിച്ചു ഒരു പാട്ട് പാടാമോ. ഈ 2നും കൂടി ഒരു ഉത്തരം ഈ ഗായകൻ പറഞ്ഞു. എന്താണ് ആ ഉത്തരം എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹം ഏതാണ്ട് ആളുടെ നേരത്തെ ഒരു ഉത്തരം പറഞ്ഞില്ലേ, ഒന്ന് നേരത്തെ ഇപ്പൊ പറഞ്ഞു. അതെ, വീഴുന്നതായിട്ട് ബന്ധപ്പെട്ടതാണ്. വീഴുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ഇൻസ്ട്രുമെന്റ് അതിലേക്ക് വരും. ഒരു അക്ഷരം കൂടി ചേർത്താൽ വീണം അല്ല. പാട്ട് പാടാമോന്ന് ചോദിച്ചു, കൈക്ക് എന്താണ് പറ്റിയെന്ന് ചോദിച്ചു. ഈ 2നും കൂടി ആളൊരു ഉത്തരം പറഞ്ഞു. വേണുഗോപാലാചാര്യോ? അല്ല. ഏതാണ്ട് എടുത്തത് വീണ, ഒരു അക്ഷരം കൂടി ചേർത്തത്. ഒരു ഇൻസ്ട്രുമെന്റ്.
ഓക്കെ, ഒരു അക്ഷരം കൂടി ചേർത്ത്. നമ്മൾ പൊതുവെ പറയില്ലേ, ഇപ്പൊ എന്താണ് പറ്റിയത്? അത് വീണത. റൈറ്റ് ആൻസർ. പാട്ടല്ലടാ, വീണത. എന്തു പറ്റി? വീണത. ഓക്കെ, അടുത്ത ചോദ്യം. പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണോ? നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് പഞ്ചസാര ഇല്ലേ? ഉപയോഗിക്കാറുണ്ട്. ചോദ്യം, പോലീസ് പിടിക്കുന്ന പഞ്ചസാര ഏതാണ്? അല്ലേക്ക് ഇങ്ങനെ ഓരോ തക്കടിക്കും അല്ലേ? പഞ്ചസാര, ബ്രൗൺ ഷുഗർ. റൈറ്റ് ആൻസർ. ബ്രൗൺ ഷുഗർ. അങ്ങനെ ലാസ്റ്റത്തെ ചോദ്യത്തിലേക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ചോദ്യം ഇത്രയേ ഉള്ളൂ. എനിക്ക് 3 കണ്ണുകളും ഒരു കാലുമുണ്ട്. കുസൃതിയാണേ. എനിക്ക് 3 കണ്ണും ഒരു കാലുമുണ്ട്. നിങ്ങൾ എന്നെ അനുസരിക്കുകയും ഞാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും. എന്താണ്? എനിക്ക് 3 കണ്ണും ഒരു കാലുമുണ്ട്. നിങ്ങൾ എന്നെ അനുസരിക്കുകയും അതേസമയം ഞാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും. ജീവനുള്ളൊരു സംഭവമല്ല. 3 കണ്ണും ഒരു കാലുമുണ്ട്. ഓക്കെ, നിങ്ങൾ എന്നെ അനുസരിക്കും, മീൻസ് നമ്മൾ അവരനുസരിക്കും, അത് നമ്മളെ അനുവദിക്കും. അല്ല, ജീവനില്ലെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് യാത്രകളിൽ പല സ്ഥലത്തും കാണുന്നതാണിത്. 3 കണ്ണ്, ട്രാഫിക് ലൈറ്റ്. റൈറ്റ് ആൻസർ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്ന ആരാണ്? യെസ്, ഒന്നുകൂടി പേര് പറഞ്ഞേ. ജെനിഫർ ആണ് ഞങ്ങളുടെ ഇഞ്ചോട് ഇഞ്ച് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ഉത്തരങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ജെനിഫറിന് ഞങ്ങളുടെ ഇഞ്ചോട് ഇഞ്ചിന്റെ സ്നേഹ TV പ്രസൻസ് ഇഞ്ചോട് ഇഞ്ചിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ വിജയ് എന്ന് പറയുന്നത് ജെനിഫർ ആണ്. അപ്പോൾ ജെനിഫറിന് ഞങ്ങളുടെ വിഘ്നേശ്വര TV നൽകുന്ന VMTV ന്യൂസ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനമാണ്. എല്ലാവരും ഒന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച്. ജെനിഫർ ഹാപ്പിയാണല്ലോ? ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവിധ ആശംസകളും നേർന്നു. കാണാം, ഇങ്ങനെ ഒരാൾ വേണം കേട്ടോ, ഒരു വൈബായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സന്തോഷം, കാണാം കേട്ടോ. അപ്പോൾ ഇഞ്ചോട് ഇഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ബൈ. സമ്മാന പെരുമഴ സീസൺ 2 2024 വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ 2. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 1-ൽ വിഘ്നേശ്വര ഗ്രാനൈറ്റ്സ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു. അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ 100 പേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഭാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2-ൽ ഏറ്റെടുക്കുന്നു. VMTV ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം.